ഈ സംഘികളും സഖാക്കളും നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ സംഘികൾ വർഗീയവാദികളാണെന്നുള്ളൊരു പേര് അവർക്കുണ്ട് ഓൾറെഡി. അപ്പൊ എനിക്കൊക്കെ ആ പേരുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഹിന്ദുത്വം എന്നൊരാശയത്തെ മുന്നോട്ട് വെക്കുന്നു, ദേശീയത എന്നൊരാശയത്തെ മുന്നോട്ട് വെക്കുന്നു, അതിൽ തന്നെ മുറുകെ പിടിക്കുന്നു, അതിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഈ സഖാക്കളുടെ കാര്യം വളരെ കോമഡിയാണ്. ഇവർ ചിലപ്പോൾ ഞാൻ കരുതുന്നു ഇവർ നിരീശ്വരവാദികളാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമൊക്കെയാണ് ഇവരുടെ മാങ്ങാത്തൊലിയെന്നായിരുന്നു. തെരഞ്ഞെടുപ്പിന് 2019 തെരഞ്ഞെടുപ്പിന് പ്രധാനമന്ത്രി സോമ്യ ശരണമയ്യപ്പ എന്ന് വിളിച്ചാൽ അയ്യോ മതം പറഞ്ഞു കൂട്ടി ഒതുക്കുന്നു, അങ്ങനെ പറയട്ടെ. അത് കഴിഞ്ഞ് ഈ ചങ്ങന്മാർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് നിങ്ങൾ ആലോചിക്കുക. പിണറായി വിജയനൊക്കെ സ്റ്റേജിൽ കയറും സോമേശ്വരം അയ്യപ്പ. അപ്പൊ നമ്മൾ കേരളത്തിലെ കുറെ സഖാക്കൾ ഇനി എന്തെങ്കിലും പറയും, എന്തെങ്കിലുമൊക്കെ സംഘികൾ വിചാരിക്കുന്ന പോലെ ഇത് മതേതര അയ്യപ്പ സംഘമാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവർ തടി തപ്പി. അതാണ് ഇവരുടെ ഒരു വലിയൊരു പ്രശ്നം. അതാണ് ഇവരോടൊന്ന് ഐക്യപ്പെടാന്ന് കരുതിയാൽ ഇവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുക. ഇവർ ഒരു കാലത്ത് നമ്മളോട് പറഞ്ഞ് വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കേരള സർക്കാർ തുലയട്ടെ, വാഴയ്ക്കാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ. എന്നിട്ട് ഇവർ പറയുന്നു നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വേണം, പുഷ്പം ചത്താക്ക പുഷ്പന്റെ സൗകര്യം. ഒരു ബേസ് ഇല്ല, ഒരു അടിസ്ഥാനമില്ല, ഒരു വ്യക്തിത്വമില്ല, ഒരു രൂപമില്ല, ഒന്നുമില്ല. ഇങ്ങനെ കുറച്ച് വോട്ട് കിട്ടണം, ഭരിക്കണം.